പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന വിനോദസഞ്ചാരികൾക്കായി UAE വാറ്റ് റീഫണ്ട് സംവിധാനം ആരംഭിക്കുന്നു. സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്നവർക്ക് അവരുടെ മടക്കയാത്രയിൽ വിമാനത്താവളങ്ങളിൽ നിന്ന് നികുതി തിരികെ ലഭിക്കും. UAEയിലെ വിനോദസഞ്ചാരികൾക്ക് രാജ്യത്ത് തങ്ങുമ്പോൾ നടത്തിയ ഇ-കൊമേഴ്സ് പർച്ചേസുകളിൽ നിന്ന് മൂല്യവർദ്ധിത നികുതി ഉടൻ ഈടാക്കാമെന്ന് അധികൃതർ അറിയിച്ചു. ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും സ്റ്റോറുകളിൽ നിന്നും ഓൺലൈൻ പർച്ചേസ് നടത്തിയാൽ 5% വാറ്റ് റീഫണ്ട് ലഭിക്കും. അതോറിറ്റിയുടെ പുതിയ ടാക്സ് റീഫണ്ട് സംവിധാനം വിനോദസഞ്ചാരികൾക്ക് വാങ്ങൽ മുതൽ റീഫണ്ട് വരെയുള്ള പ്രക്രിയ ലളിതമാക്കുന്നു. UAEയിലെ വിനോദസഞ്ചാരികൾക്ക് വാറ്റ് റീഫണ്ട് അഭ്യർത്ഥനകൾ രജിസ്റ്റർ ചെയ്ത ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ നേരിട്ട് സമർപ്പിക്കാം. വാങ്ങുന്ന സമയത്ത് അവരുടെ യോഗ്യത പരിശോധിക്കുന്നതിന് യാത്രാരേഖകളുടെ വിശദാംശങ്ങളും വ്യക്തിഗത വിവരങ്ങളും നൽകുന്നു. വിനോദസഞ്ചാരികളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവർ രാജ്യം വിടുമ്പോൾ റീഫണ്ട് പ്രക്രിയ പൂർത്തിയാകും. 2 വർഷം മുമ്പ് ആരംഭിച്ച ഡിജിറ്റൽ ടാക്സ് റീഫണ്ട് സിസ്റ്റം ഉൾപ്പെടെയുള്ള FTAയുടെ മുൻ ശ്രമങ്ങളുടെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ സംവിധാനം ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിസരഹിത ട്രാൻസിറ്റ് താമസം 10 ദിവസത്തേക്ക് നീട്ടി ചൈന. ടൂറിസം രംഗം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ചൈനയിലേക്ക് കൂടുതൽ വിദേശ സന്ദർശകരെ ആകർഷിക്കാൻ അധികാരികൾ ലക്ഷ്യമിടുന്നതിനാൽ യോഗ്യരായ വിദേശ യാത്രക്കാർക്ക് അനുവദനീയമായ താമസ സമയം നീട്ടി. നാഷണൽ ഇമിഗ്രേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 72 മുതൽ 144 മണിക്കൂർ വരെയാണ് ട്രാൻസിറ്റ് യാത്രക്കാർക്ക് രാജ്യത്ത് തങ്ങാൻ അനുവദിച്ചിരുന്നത്. ഇനി മുതൽ ഇവർക്ക് 240 മണിക്കൂർ അല്ലെങ്കിൽ 10 ദിവസം വരെ താമസിക്കാം. റഷ്യ, ബ്രസീൽ, UK, USA, കാനഡ എന്നിവയുൾപ്പെടെ 54 രാജ്യങ്ങളിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് കടക്കുമ്പോൾ ചൈനയിൽ ട്രാൻസിറ്റ് പ്രവേശനത്തിന് വിസ ആവശ്യമില്ല. കോവിഡിന് ശേഷം 2023 ചൈന അതിർത്തികൾ വീണ്ടും തുറന്നതു മുതൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള സന്ദർശനം പ്രോത്സാഹിപ്പിക്കുന്നതിന് യാത്രക്കാർക്ക് വിസ ആവശ്യകതകൾ ഒഴിവാക്കി. സ്പെയിൻ, സിംഗപ്പൂർ, നെതർലാൻഡ്സ് എന്നിവയുൾപ്പെടെ 38 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ചൈനയിൽ പ്രവേശിക്കുന്നതിന് വിസ ആവശ്യമില്ല. കൂടാതെ ബിസിനസ്, ടൂറിസം, കുടുംബ സന്ദർശനം, എക്സ്ചേഞ്ച്, ട്രാൻസിറ്റ് ആവശ്യങ്ങൾക്കായി 30 ദിവസം വരെ താമസിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തായ് എയർ ഏഷ്യ ഡൽഹിക്കും ബാങ്കോക്കിനുമിടയിൽ ആഴ്ചയിൽ 4 സർവീസുകൾ ആരംഭിക്കുന്നു. ജനുവരി 15 മുതലാണ് പുതിയ സർവീസുകൾക്ക് തുടക്കമാവുക. ബാങ്കോക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആദ്യ വിമാനം സർവീസ് നടത്തിയത്. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള എയർ സർവീസ് എഗ്രിമെന്റിനെ തുടർന്നാണ് ഡൽഹിയിലേക്കുള്ള വിമാനം ആരംഭിച്ചതെന്ന് എയർലൈനിന്റെ CEO തസാപോൺ ബിജ്ലെവെൽറ്റ് പറഞ്ഞു. കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിന് ഇരു രാജ്യങ്ങളും കരാർ ഒപ്പിട്ടു. വിമാന കമ്പനികൾക്ക് ആഴ്ചയിൽ സർവീസ് നടത്തുന്ന എയർലൈനുകളിലെ സീറ്റുകളുടെ എണ്ണം 7000 വർദ്ധിപ്പിച്ചു. പിന്നീട് 14000 സീറ്റുകളായി ഉയരും. നിലവിൽ എയർലൈനിന് ബാങ്കോക്കിന് ഡൽഹിക്കുമിടയിൽ പ്രതിവാരം 2 വിമാനങ്ങളാണ് സർവീസ് ഉള്ളത്. തായ് എയർ ഏഷ്യയും തായ് എയർ ഏഷ്യ എക്സും എയർ ഏഷ്യ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. നിലവിൽ 12 ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് തായ് എയർ ഏഷ്യ സർവീസ് നടത്തുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് തായ്ലൻഡിലേക്ക് വിസരഹിത പ്രവേശനമുണ്ട്. കൂടാതെ ഇന്ത്യ തായ് ടൂറിസ്റ്റ് വിസ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IIT ഡൽഹിയുടെ അബുദാബിയിലെ പുതിയ അന്താരാഷ്ട്ര ക്യാമ്പസിൽ ഊർജവും സുസ്ഥിരതയും സംബന്ധിച്ച PhD പ്രോഗ്രാം ആരംഭിക്കുന്നു. ക്ലാസുകൾ ജനുവരിയിൽ ആരംഭിക്കും. IIT ഡൽഹി 2024 അബുദാബിയിൽ ആദ്യ ക്യാമ്പസ് തുറന്നു. നിലവിൽ അബുദാബിയിലെ സായിദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അബുദാബി ക്യാമ്പസിൽ നിലവിൽ എനർജി ട്രാൻസിഷനിലും സസ്റ്റൈനബിലിറ്റിയിലും ഒരു M.Tech പ്രോഗ്രാമും കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, എനർജി എഞ്ചിനീയറിംഗ് എന്നിവയിൽ 2 B.Tech പ്രോഗ്രാമുകളും നടന്നുവരുന്നു. 1961 ആരംഭിച്ചതു മുതൽ 7500-ലധികം PhD ബിരുദധാരികൾ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലായി 60,000-ലധികം വിദ്യാർത്ഥികൾ IIT ഡൽഹിയിൽ നിന്ന് ബിരുദം നേടിയിട്ടുണ്ട്. 2024 481 PhD വിദ്യാർത്ഥികൾ ബിരുദം നേടി. ആദ്യ ബാച്ച് അപേക്ഷകർക്ക് അപേക്ഷാ ഫീസ് ഒഴിവാക്കിയതായി IIT അറിയിച്ചു. യോഗ്യത നേടുന്ന UAE പൗരന്മാർക്കും അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും ട്യൂഷൻ ഫീസ് ഇളവുകളും ഉദാരമായ പ്രതിമാസ സ്കോളർഷിപ്പുകളും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സിംഗപ്പൂരിലേക്കുള്ള ഇന്ത്യൻ സന്ദർശകരുടെ വരവ് വർദ്ധിച്ചു. 1 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് ഈ വർഷം സിംഗപ്പൂർ സന്ദർശിച്ചതെന്ന റിപ്പോർട്ട്. സിംഗപ്പൂരിലേക്കുള്ള ഇന്ത്യൻ സന്ദർശകരുടെ വരവ് ഒക്ടോബറിൽ 1 മില്യൺ കവിഞ്ഞു. 2023 അപേക്ഷിച്ച് ടൂറിസം മേഖലയിൽ ശക്തമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വർഷാവസാനത്തോടെ ഇത് 1.2 ദശലക്ഷം കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണത്തിൽ 12% വർധനവുണ്ടായത്.
കുടുംബ സൗഹൃദ ആകർഷണങ്ങൾ, ഊർജ്ജസ്വലമായ നഗരജീവിതം, വൈവിധ്യമാർന്ന ഷോപ്പിംഗ് ഓപ്ഷനുകൾ എന്നിവയ്ക്കു പേരുകേട്ട സിംഗപ്പൂർ ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമെന്ന ഖ്യാതി ഉറപ്പിച്ചു. മിക്ക ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും 3.5 മുതൽ 5 മണിക്കൂർ വരെ യാത്ര ചെയ്താൽ സിംഗപ്പൂരിലെത്താം. കാര്യക്ഷമമായ വിസ സംവിധാനവും രാജ്യത്തുണ്ട്. ഇന്ത്യൻ യാത്രക്കാർക്ക് സാധാരണയായി അംഗീകൃത ഏജന്റുമാർ മുഖേന 3 മുതൽ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ വിസ ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.